ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇളനീർ ഫുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, കാണാനുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക, നമ്മളിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജലാറ്റിനാണ്. അപ്പോൾ ഞാൻ ഇതോടെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ജലാറ്റിനാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ കത്രികയോ കത്തിയോ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊതിരാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ വെള്ളത്തിന് പകരം നമുക്ക് കുറച്ച് ഇളനീർ വെള്ളം തന്നെ ഒഴിച്ചതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് സോഫ്റ്റ് ആകട്ടെ. ഇനി അപ്പോഴേക്കും നമുക്ക് ഒരു ഇളനീൻ്റെ കാമ്പൊക്കെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 2 ഇളനീൻ്റെ വെള്ളമാണ് എടുക്കുന്നത്. നമുക്ക് കുറച്ച് കാമ്പ് മതി. അപ്പോൾ കാമ്പ് നമ്മൾ ചിരട്ടിയിൽ ഇങ്ങനെ ചുരണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ കാപ്പി കളർ പെട്ടിക്കണമെങ്കിൽ ആ കാപ്പി കളറൊക്കെ ചെത്തി കഴിഞ്ഞ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കാമ്പ് ഇതിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ കുറേ കാമ്പ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറേ കാമ്പ് എടുത്തോളി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാമ്പ് വയ്ക്കാനും കാണാൻ ഭംഗി കേട്ടോ. ഇനി ആ കാമ്പ് ഇതുപോലെ തന്നെ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് മുറിക്കാൻ എളുപ്പം അതിൻ്റെ ഷേപ്പിൽ ഇതുപോലെ തന്നെ മുറിച്ചെടുക്കണം. ഇനി നമുക്കിത് മുറിച്ച് മാറ്റി വെക്കണം, നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുത്. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് ആ കുതിർക്കാൻ വെക്കുക ജലാറ്റിന് ഇതുപോലത്തെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഇത് ഉരുകാനും വേണ്ടി തുടങ്ങിയിരിക്കണം. അപ്പോൾ നമുക്കിത് ചെറിയ അടുപ്പത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചെറിയ തീയതിയിൽ ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പോൾ അതിന് നമുക്ക് വലിയ അടുപ്പത്തൊരു പണിയുണ്ട്. അപ്പോൾ വലിയ അടുപ്പത്ത് ഇതേപോലത്തെ ഒരു പാൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഇളനീൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇളനീൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് കുറേ നേരം തിളക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് വറ്റാനൊന്നും കാത്തു നിൽക്കണം. തീ കത്തിച്ച് ഇളനീൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള മധുരം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് 2 ഇളനീൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് 2 കയ്യിൽ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിക്കണേ. അപ്പോൾ ഇതിപ്പോഴത്തെ കുറച്ച് വലിയ കയ്യിലാണ് പഞ്ചസാര ചേർത്തുക്കണേ. ഫുഡിങ്ങൊക്കെ ആകുമ്പോൾ കുറച്ച് മധുരം കൂടുതലുണ്ടാകുന്നതാണല്ലോ ടേസ്റ്റ്. ഇനി ആ പഞ്ചസാര ഉരുകണ സമയം മാത്രം അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ആ പഞ്ചസാര ഒന്ന് ഉരുകി വരട്ടെ. അപ്പോൾ ഉരുകി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ച ജലാറ്റിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഉരുകി ഇതൊക്കെ ഒന്ന് എല്ലാ പഞ്ചസാര ഉരുകിക്കണേ. നമുക്ക് അതിലേക്ക് ആ ജലാറ്റിനൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉരുക്കി വെച്ച ജലാറ്റിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നമുക്ക് ഫുള്ളാരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലായിടത്തും കൊണ്ടാണ് ആ രീതിയിൽ നല്ലോണം ഇളക്കി തീ ഒന്ന് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഴിക്കാൻ പാകത്തിന് ഞാനിതിലേക്ക് ഒരു കപ്പിലേക്ക് മാറ്റിയിരിക്കണത്. അതെന്താണ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇനി നമുക്കിത് ഇതിലേക്കാണോ സെറ്റാക്കാൻ വെക്കണം, ആ പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇളനീൻ്റെ കാമ്പില്ലേ അത് ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ കുറച്ച് ഇളനീര് കൂടുതലായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനടിയിലേക്ക് കുറച്ചും കൂടി കൂടുതൽ ഇതേപോലെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ അരിഞ്ഞ് വെച്ചത് ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ ഇത് ചെറിയ അരിപ്പല്ലത്, അതുകൊണ്ടാണ് ഞാനതൊരു കപ്പിലേക്ക് മാറ്റിയത്. ഇത് അരിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ച് കൊടുക്കുക. അരിച്ച് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ജലാറ്റിന് എവിടെയെങ്കിലും കുരുക്കാതെ കിടക്കണമെങ്കിൽ അതൊന്നായിട്ട് നമ്മൾ ഫുഡിങ്ങിലേക്ക് ആവാതെ വെക്കാനും വേണ്ടിയിട്ട് ആണ് അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലോണം പുറത്ത് വെച്ചിട്ട് നമ്മൾ അടുക്കളയിൽ എവിടെയാണ് നമ്മൾ ഉണ്ടാക്കണം അതോടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാറാനും വേണ്ടി മാറ്റിയതിന് ശേഷം നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് സെറ്റാക്കി എടുക്കണം. ഇപ്പം നമ്മൾ 1 മണിക്കൂർ ഒന്ന് സെറ്റാക്കി എടുത്തേക്കണേ. ഇപ്പോൾ നല്ലോണം ഒന്ന് കട്ടായി നല്ല തണുത്ത് നമ്മൾ ഫുഡിങ് കൂടെ റെഡി ആയിക്കണേ. കാണാൻ നല്ല ഭംഗിയല്ലേ, ആ വെള്ളൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇതിലടിച്ച് കാണാൻ നല്ല അടിപൊളി ഇളനീൻ്റെ കാമ്പുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടോ. ഈ പനിളനീ പനനൊങ്ക് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ കഴിക്കണമാര് ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരുന്നതേക്കാരം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.